കോർണറിന്റെ ഇന്നത്തെ സ്പെഷ്യൽ കാടമുട്ട റോസ്റ്റ് ആണ്. മാർക്കറ്റിൽ പോകുമ്പോൾ ഞാൻ മറക്കാതെ മേടിക്കുന്ന ഒരു സാധനം ആട്ടോ കാടമുട്ട. അത് നാട്ടിലായാലും ഗൾഫിലായാലും ഞാനിത് മേടിച്ചിരിക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇപ്പൊ ഇന്ന് കാടമുട്ട റോസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഒരു ഒണിയന്, പച്ചമുളക്, തക്കാളി എടുത്തിട്ടുണ്ട്. സാധാരണ എഗ് റോസ്റ്റ് ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഒലീവ് ഓയിലാട്ടോ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ എണ്ണയിട്ട് ചൂടാകുമ്പോഴേക്കും ആവശ്യത്തിന് കടുകിട്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കാടമുട്ട ഞാൻ ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 10 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒത്തിരി ഗ്രേവി ഇല്ലാതെയാട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പച്ചമുളകും സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും നമുക്ക് മഞ്ഞപ്പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കിത് വഴറ്റിയെടുക്കാം. 2 കോഴിമുട്ട കഴിക്കുന്നതിനും തുല്യമാട്ടോ ഒരു കാടമുട്ടയ്ക്ക്. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കേട്ടോ വഴറ്റാനായിട്ട്. അതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാവുന്നതാണ് കാടമുട്ട. ഡെയിലി നമുക്ക് ഒരെണ്ണം വെച്ച് കഴിച്ചാൽ മതി. ഇതിൽ ഒത്തിരി കാൽസ്യവും പ്രോട്ടീനും ഒമേഗ ഒക്കെ അടങ്ങിയിട്ടുണ്ട്. 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1 സ്പൂണ് മുളക് പൊടി. എനിക്ക് അത്ര എരിവ് വേണ്ട, അതുകൊണ്ടാട്ടോ കുറച്ച് ചേർത്തെ. കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടിയാണ് നമ്മളിതിൽ മെയിനായിട്ട് ചേർക്കേണ്ടത്. ഞാൻ കുരുമുളക് പൊടി ഇതിനകത്ത് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം എരിവ് വേണമെങ്കിൽ. ഒരു 1/2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കതും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട്. ആ പച്ചമണമൊക്കെ മാറുമ്പോഴേക്കും നമുക്ക് പുഴുങ്ങിയെടുത്ത കാടമുട്ട ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി വെള്ളം കൂടി ആഡ് ചെയ്ത് അടച്ചു വെച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മുട്ടയിൽ മസാല പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് മുട്ടയെല്ലാം ഞാൻ അതിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം ഡെയിലി നമ്മൾ ഒരെണ്ണം വെച്ച് കഴിക്കുമ്പോൾ പെട്ടെന്ന് കേടായിപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ഒരു ബൾക്കായിട്ടല്ലേ മേടിക്കുള്ളൂ. ഞാൻ അതുകൊണ്ടാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ ഞാൻ മല്ലിയും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ കറിവേപ്പില, കറിവേപ്പിലും കൂടി നല്ല ആഡ് ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ നമുക്കിത് കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. കാടമുട്ട പുഴുങ്ങി കഴിച്ചാലും നല്ല ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്ക് മറക്കാതെ ഇത് കൊടുക്കാൻ ട്രൈ ചെയ്യണം.